ന്യൂസ് 16 കേരള. സൗദി അറേബ്യയും പാകിസ്ഥാനും നിർണായക പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. സൗദി അറേബ്യയും പാകിസ്ഥാനും നിർണായക പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ ഔദ്യോഗിക സന്ദർശനത്തിനിടെയാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കും എതിരായ ആക്രമണമായി കണക്കാക്കപ്പെടും എന്നതാണ് ഈ ഉഭയകക്ഷി കരാറിലെ പ്രധാന വ്യവസ്ഥ. സൗദി കിരീടാവകാശിയുടെ റിയാദിലെ അൽ യമാമ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിൽ കൂടിക്കാഴ്ച. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് പാക് പ്രധാനമന്ത്രി ബുധനാഴ്ച റിയാദ് സന്ദർശിച്ചതെന്ന് ഒരു സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള 8 പതിറ്റാണ്ടായി നീണ്ടു നിൽക്കുന്ന ചരിത്രപരമായ പങ്കാളിത്തം അടിസ്ഥാനമാക്കിയാണ് പ്രതിരോധ ഉഭയകക്ഷി കരാർ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യത്തിന്റെയും ഇസ്ലാമിക ഐക്യദാർഢ്യത്തിന്റെയും പരസ്പര ബന്ധവും ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ താൽപര്യങ്ങളും പ്രതിരോധ സഹകരണവും കരാറിൽ പ്രതിഫലിക്കുന്നതായും പ്രസ്താവന വ്യക്തമാക്കുന്നു. തങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശികമായും ആഗോളതലത്തിലും സുരക്ഷയും സമാധാനവും കൈവരിക്കുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്ന ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ വികസിപ്പിക്കാനും ഏതാക്രമണത്തിനുമെതിരെ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നു. ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കും എതിരായ ആക്രമണമായി കണക്കാക്കപ്പെടുമെന്ന് കരാർ വ്യക്തമാക്കുന്നതായി പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുന്നു. കൂടിക്കാഴ്ചയുടെ പുറത്തു വന്ന ഒരു ചിത്രത്തിൽ ഷെരീഫിനും സൗദി കിരീടാവകാശിക്കുമൊപ്പം പാക് സൈനിക മേധാവി അസീം മുനീറിനെയും കാണാം. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പര പ്രതിരോധ കരാർ ഒപ്പിട്ടതായുള്ള റിപ്പോർട്ടുകൾ കണ്ടതായും രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശികവും ആഗോളവുമായ സ്ഥിരതയ്ക്കും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കുമെന്നും ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും എല്ലാ മേഖലകളിലും സമഗ്രമായ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിബദ്ധരാണെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെയും അതിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെയും തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിൽ കരാർ ശ്രദ്ധ നേടുന്നുണ്ട്. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. നിലവിൽ സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഈ വർഷം ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റിയാദ് സന്ദർശന വേളയിൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചിരുന്നു. ഒരു കാരണവശാലും ഭീകരവാദത്തിന്റെ ഒരു പ്രവൃത്തിയെയും ന്യായീകരിക്കാനാവില്ല എന്ന വിഷയത്തിൽ ഇരു കൂട്ടരും യോജിച്ചതായി ഒരു സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിക്കുകയും മറ്റു രാജ്യങ്ങൾക്കെതിരെ ഭീകരവാദം ഉപയോഗിക്കുന്നത് പ്രതിരോധിക്കാനും ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനങ്ങൾ തകർക്കാനും ഭീകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും എല്ലാ രാജ്യങ്ങളോടും ആഹ്വാനം ചെയ്തതായും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി മോദി 3 തവണ സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുണ്ട്. 2016 അദ്ദേഹത്തിന് സൗദി അറേബ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കിങ് അബ്ദുല്ലസീസി സാഷ് നൽകി ആദരിക്കുകയും ചെയ്തു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.